അപ്പോൾ സുഹൃത്തുക്കളെ, വയനാട് വൈത്തിരിയിൽ ഏറ്റവും പുതിയ റിസോർട്ടിലാണെന്ന് വന്നിട്ടുള്ളത്. ഹാഫ് മൂൺ റിസോർട്ട് റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള കുറഞ്ഞ റൂമുകൾ മാത്രമുള്ള നല്ലൊരു ഫാമിലി റിസോർട്ടാണ് ഹാഫ് മൂൺ റിസോർട്ട്. ഹാഫ് മൂൺ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാഫ് മൂൺ എന്നുള്ള ഒരു ബ്രാൻഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ, നമ്മൾ റിസപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അതെ, നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അവിടെ സ്നൂക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഈ ഒരു ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല വിശാലമായിട്ടുള്ള റിസപ്ഷൻ ഏരിയ. ഇനി ഔട്ട്ഡോറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ചെമ്പ്ര പീക്കിൻ്റെ നേരെ താഴെ. ഈ ചെമ്പ്രയുടെ വ്യൂ കണ്ടിട്ട് നമുക്കിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ആർമാദിക്കാം. നല്ല നീളം വലുപ്പമൊക്കെയുള്ള പൂൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല നീളത്തിലുള്ള, അത്യാവശ്യം നല്ല നീളത്തിലുള്ള പൂൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നീന്തി കുടിക്കാൻ പറ്റുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറൊക്കെ ഉള്ള പൂൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഇവിടെ കോഫി എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് നേരെ തൊട്ടടുത്ത് തന്നെ കോഫി എസ്റ്റേറ്റ്, പിന്നെ മുകളിൽ ചെമ്പ്ര പീക്ക്, എല്ലാം കൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ല വ്യൂ ഉള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഹാഫ് മൂൺ റിസോർട്ട്. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഈ ഒരു ഏരിയയിലാണ്. ഇതിന് നേരെ തൊട്ട് മുകളിലായിട്ട് കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 സ്ലൈഡ്, ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ഒരു ഓപ്പൺ സ്പേസാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പൺ സ്പേസാണ്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഓരോ റൂമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. താഴെ 2 റൂം, അതുപോലെ തന്നെ മുകളിൽ 2 റൂമായിട്ട് വരുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ ഒറ്റ ബ്ലോക്കായിട്ടാണ് ഈ ഒരു ഇവിടുത്തെ ബേസ് കാറ്റഗറി വരുന്നത്. നമുക്കതിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ് പറയാം. നല്ലൊരു ലിവിങ് ഏരിയ, സോഫ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു കാറ്റഗറി റൂമിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സൂപ്പറായിട്ടുള്ള റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമുക്കിവിടെ ലിവിങ് ഏരിയ ആയിട്ട് ഇവിടെ ഒരു ചെയറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, കെറ്റിലും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലിവിഷൻ, പിന്നെ ഇത് നമുക്ക് ലഗേജൊക്കെ വെക്കാനുള്ള സംവിധാനം, അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള റൂം അങ്ങനെയാണ്. ഇനി നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ എൻ്റർ വ്യൂ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും. കണ്ടോ, നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് റൂമിൻ്റെ ഔട്ടിൽ നമുക്ക് കിട്ടുക. ഇവിടെ 2 റൂമാണുള്ളത് കേട്ടോ. ഈ മുകളിലുള്ള റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ. അതിനോട് ചേർന്നിട്ട് പിന്നെ നമ്മൾ ബെഡ്റൂം ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ കണ്ട റൂമിൻ്റെ അതേ ഇൻറ്റീരിയറും അതേ സ്പേസും ഉള്ള വലിയ റൂം തന്നെയാണ് ഇവിടെ മുകളിലും കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫെസിലിറ്റീസും റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ്. പിന്നെ അത് ഇവിടെ നമുക്ക് ടീ കെറ്റിൽ, അതുപോലെ തന്നെ സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് അലമാര കാര്യങ്ങളുണ്ട്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെലിവിഷൻ ഉണ്ട്. ഇനി നമ്മളിതിൻ്റെ വാഷ്റൂം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂമൊക്കെ ഒരു നല്ല ലക്ഷറി ആയിട്ട് തന്നെയാണ് വാഷ്റൂം ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല സ്പേസ് ഉള്ള വലിയ വാഷ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാണ് ഇവിടുത്തെ പൂളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വില്ലയാണ് ഫാമിലി വില്ല എന്ന് പറയുന്ന കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി വരുന്നത്. ഈ വില്ലയിൽ താഴെ ഇവിടെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ കാണാം നമുക്ക്, ഒരു ബെഡ്റൂം ഇവിടെയും. ബെഡ്റൂമുകളെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ അതുപോലെ തന്നെ 2 ബെഡ്റൂം. ഇനി നമ്മൾ താഴെയുള്ള ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ലിവിങ് ഹാളും അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. പിശുക്കിയിട്ടില്ല, ഒരു സ്ഥലത്തും പിശുക്കാതെ നല്ല സ്പേസിലാണ് ഇവിടുത്തെ എല്ലാ റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി വില്ല എന്ന് പറയുമ്പം ഒരു വില്ലയിലേക്ക് നമ്മൾ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ 2 കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ഒരു റൂമിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു നല്ലൊരു വലിയൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെലിവിഷന് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സംവിധാനമുണ്ട്, വാഷ്റൂം. പിന്നെ അത് ഇവിടെ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ സോഫ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു കിങ് സൈസ് ബെഡും ഉണ്ട്. 2 റൂമും AC തന്നെയാണ് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നേരെ നമുക്ക് പൂൾ വ്യൂ, അതോടൊപ്പം തന്നെ നമുക്ക് ചെമ്പ്ര പീക്കിൻ്റെ നല്ല അടിപൊളി വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ സെക്കൻഡ് കാറ്റഗറി ഇങ്ങനെയാണ്. 2 ബെഡായിട്ട്, ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഇവിടെയും, 2ഉം AC റൂം തന്നെയാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് കാറ്റഗറി ഫാമിലി വില്ല എന്ന് പറയുന്നത്.
പിന്നെ ഇനി നമുക്ക് ലാസ്റ്റ് കാറ്റഗറിയാണ് ഇവിടുത്തെ പൂൾ വില്ല. അപ്പോൾ അവിടെ 4 റൂം, സിംഗിളായിട്ടുള്ള 4 റൂം, ഇവിടെ 3 റൂം, ഒരു മേലെ ഒരു റൂമും താഴെ 2 റൂമായിട്ടൊരു സിംഗിൾ, പിന്നെ ഈ ഒരു ഫാമിലി വില്ലയും, ഇങ്ങനെയുള്ള 8 റൂമുകൾ, പിന്നെ ആ 2 പൂൾ വില്ല കേട്ടോ. 2 പൂൾ വില്ല ഉണ്ട് കേട്ടോ. പൂൾ വില്ല നമുക്ക് കാണാം. ഇനി ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കത് പൂൾ വില്ലയിലേക്ക് കയറാം. പൂൾ വില്ല അത്യാവശ്യം വലുപ്പമുള്ള പൂൾ വില്ലയാണ് തോന്നുന്നുണ്ട്. നമുക്ക് കയറി നോക്കാം. മറ്റുള്ള വില്ലകളിൽ നിന്നൊക്കെ ചെറുതായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നല്ലൊരു വില്ലയാണ്. ഇവിടുത്തെ സോഫയിലും ചെയറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബെഡിൻ്റെ ഡിസൈൻ ആയി കഴിഞ്ഞാലും റൂമിൻ്റെ ഡിസൈൻ ആയി കഴിഞ്ഞാലും ഒക്കെ. പിന്നെ അതെ, നമ്മൾ ബെഡിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ റൂം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പൂൾ ഏരിയ. പൂൾ നല്ല പ്രൈവസി ഉള്ള പൂൾ തന്നെയാണ്. കണ്ടോ, കംപ്ലീറ്റ്ലി ലോക്കാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. നല്ല വലുപ്പമുള്ള ഒരു പൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിശുക്കിയിട്ടില്ല. പൂളിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ വാഷ്റൂം ഏരിയ പൂളാക്കി മാറ്റി എന്നുള്ളതാണ്. വാഷ്റൂം ഏരിയയോട് ചേർന്നിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് പൂളും സെറ്റ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വയനാട് വൈത്തിരിയിലുള്ള ഹാഫ് മൂൺ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. വളരെ കുഞ്ഞു റിസോർട്ടാണ്. 3 കാറ്റഗറികളായിട്ട് 10 റൂമുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു റിസോർട്ട്. ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ആംബിയൻസിൽ നമുക്ക് വെക്കേഷനൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഹാഫ് മൂൺ റിസോർട്ട്. ഈ റിസോർട്ട് ബുക്ക് ചെയ്യണ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ട്രാവൽ ഡോട്ട്സ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ റേറ്റിൽ ബുക്ക് ചെയ്യാനും പറ്റും. വയനാട്ടിലും മൂന്നാറിലൊക്കെ ഏറ്റവും പുതിയ റിസോർട്ടുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. ബൈ.